ഒലിവിൻ്റെ ചില്ല വീണ് പോയി കഴിഞ്ഞാൽ ഇയാളങ്ങ് ഒലത്തിക്കളയും. ഇടത് കയ്യിൽ നിന്ന് ഒലിവിൻ്റെ ചില്ല വീഴും. അപ്പോഴേക്കും പടപട കഴിഞ്ഞു. ടാറ്റ, ബൈ ബൈ, ഗോ ഹോം, ഫിനിഷ്, ബൈ ബൈ. പാപ്പാൻ്റെ മാറില്ല, ഉമ്മാൻ്റെ ചൂറില്ല. മാങ്ങി കണ്ണ് തുറന്നപ്പോൾ കണ്ടല്ലോ ഞാൻ എന്നെ പോരില്ല. ഓ അയ്യോ എന്താ വരികൾ. ഓ മറ്റേ സലീം കുമാർ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിന് കൈയടിക്കാൻ കുറേ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത്. ഇതൊക്കെ കാശ് കൊടുത്താണോ പോയി കൈയടിപ്പിക്കുന്നത്? എന്താ ഇത്? വേറെ ഒരുത്തം വന്ന് എന്താ കുറച്ചാൾ മുമ്പേ കുറേ ആൾക്കാർ അവനെ ട്രോൾ ചെയ്താ. പക്ഷേ ഈ വേടെന്ന് പറയുന്ന വേട്ടാവെളിയനുണ്ടല്ലോ, അയ്യോ എന്താണിത്? ഇപ്പോൾ പറയും ഞാൻ ബൂമറാണ്, കോപ്പാണ്, ഉണ്ടയാണെന്നൊക്കെ പറഞ്ഞ കളയും. തെറിയാണ് വരുന്ന വായിൽ. തെറി പറയാണ്ടിരിക്കുക. ഈ എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? പലസ്തീനിലെ യാസർ അറാഫത്ത് ഒരു മഹത്തായ ഒരു വ്യക്തി, ഒരു ഭയങ്കര സംഭവം. ഇപ്പോൾ പറയും ഞാൻ സംഖ്യയെന്ന് പറയും. യാസർ അറാഫത്ത് അത്രയ്ക്കും വലിയൊരു മഹത്തായ വ്യക്തിയായിരുന്നെങ്കിൽ പലസ്തീൻ ഇങ്ങനെ കിടക്കില്ല. യാസർ അറാഫത്തിന് ആ സമയത്തെ റിലീഫ്, ആ സമയത്തെ ആ ഈഗോ, അതാണ് അയാളുടെ വാക്കിൽ തന്നെ ഇവൻ പറയുന്നുണ്ടല്ലോ ഈ വാക്കിൻ്റെ കാര്യം. യാസർ അറാഫത്ത്, അത് ഞാൻ കേൾപ്പിക്കും. അതിങ്ങനെയാണ്, എൻ്റെ ഇടത് കൈയിലെ ഒലിവിൻ്റെ ചില്ല വീണുപോയല്ലോ, എൻ്റെ വലത് കൈയിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല. നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന നേതാക്കൾ പോലും കേട്ടിട്ടില്ലെന്ന്. ഇവൻ ഏത് മുതിർന്ന നേതാവിനെയാണ് ആയിട്ടാണ് ഇവൻ സംവാദം നടത്തിയത്, അല്ലെ സംസാരിച്ചത്? തെറിയാണ് വരുന്ന വായിൽ. എനിക്ക് സത്യം പറയാമല്ലോ, തെറിയാണ് വരുന്നത്. ഞാൻ ഇവൻ്റെ 1-2 പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോയി. ഇതിപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഇവന് എന്തോ മഹാസംഭവം ഇവൻ. ഞാൻ എൻ്റെ ഒലിവിൻ്റെ ചില്ല, ഒരു ഒലിവ് ബ്രാഞ്ച്, ഒലിവിൻ്റെ ഒരു ഒലിവെന്ന് പറയുന്ന ആ ചെടിയുണ്ടല്ലോ, മരം, ഓലിവ്സ് എന്ന് പറയും. ഇവൻ ഒലിവ്, അവൻ്റെ മുമ്മയുടെ ഒരു മലയാളം പറയുന്നെങ്കിൽ മര്യാദയ്ക്ക് പറയണം. ഒലിവിൻ്റെ ചില്ല. ഇത് കേട്ടിട്ട് പിള്ളേർ ഓ ഭയങ്കര സംഭവമാണ്, ഓ അയ്യോ മുതിർന്ന നേതാക്കൾ പോലും അറിയില്ല, ഓ ഇയാളൊരു ഭയങ്കര ഒരു വിക്കിപീഡിയ വന്നേക്കുന്നു, അയ്യോ. മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് യാസർ അറാഫത്ത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ യാസർ അറാഫത്തിനെ? ഇത് കേട്ടിട്ട് കുറേ ആൾക്കാർ അവൻ്റെ തുറന്നുള്ള പറച്ചൽ കണ്ടോ. ഇത് കുറേ കാലം മുമ്പേ ചെഗുവേരയായിരുന്നു. ചെഗുവേര ആരാണ്, എന്താണ്, എന്തിനു വേണ്ടി പ്രവർത്തിച്ചെന്ന് പോലും അറിയില്ല. എന്നാൽ ചെഗുവേരയുടെ ടീഷർട്ട് ഇട്ട് നടക്കും, ബോബ് മാർലിയുടെ ടീഷർട്ട്. പിന്നെ ഇയാൾ യാസർ അറാഫത്ത്, ഒരു പുണ്യാളൻ യാസർ അറാഫത്ത്, ഭയങ്കര വ്യക്തിയാണ്. ഒയ്യോ യാസർ അറാഫത്ത് പോലത്തെ ഒരാൾ ഇനി ജനിക്കാനില്ല. മഹാത്മാഗാന്ധിയൊക്കെ വേസ്റ്റാ. എടാ ഇവിടെ ഉള്ള ആളിനെ കുറിച്ച് പറയടാ. അയാൾ പറഞ്ഞ എന്തെങ്കിലും ഒരു ഇത് എടുക്കടാ. അത് റാപ്പിൽ സെറ്റാവില്ലല്ലോ. റാപ്പിൽ അത് ബൂമറായി പോകും. റാപ്പിൽ അത് വേസ്റ്റാണ്. റാപ്പിൽ മറ്റേ പിമ്പ്, മറ്റേത് മറിച്ചത്, ബിച്ച്, അത് ഇതൊക്കെ പറഞ്ഞാലല്ലേ റാപ്പാവുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാരെ വേണം നമ്മൾ പിന്തുടരുന്നത്. അങ്ങനത്തെ ആൾക്കാരെ ആവണം. എന്നാലേ ബ്രോ, അല്ലെങ്കിൽ ഇത് വിൽക്കില്ല ബ്രോ. വിൽക്കാനായിട്ട് എന്ത് തന്തല്ലാഴിയും കാണിക്കുന്ന ഇങ്ങനെ കുറേ അലവലാദികളുണ്ട് ഈ റാപ്പ് ഇൻഡസ്ട്രിയിൽ. അത് ആദ്യം ന്യൂയോർക്ക്, ഡിട്രോയിറ്റ്, അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഹണി സിംഗ് വന്നു, മാദി ബാൻഡി, മറ്റേത് മറിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഒക്കെ തെറിയ. ഇത് കേട്ടിച്ചിരിക്കാൻ കുറേ ആൾക്കാർ. അത് ഓക്കെ, അത് പോട്ടെ. അത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ഞാൻ റാപ്പ് പാടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. റാപ്പ് ഓക്കെ. നീ ഭയങ്കര ഈ റാപ്പ് എന്ന് പറയുന്ന റാപ്പ് പാട്ടുകാരൻ എന്ന് പറയുന്നവൻ തെണ്ടിത്തരം പറയുന്നവനാണ്, അത്രേ ഉള്ളൂ. അവനൊരു മഹത് വ്യക്തിയൊന്നുമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയാൻ വരുന്ന പോയിൻ്റ് അതാണ്. ഇവൻ എന്താ പറഞ്ഞു വരുന്നത്? യാസർ അറാഫത്ത് ഇവിടുത്തെ മുതിർന്ന നേതാക്കൾക്ക് പോലും അറിയില്ല. എൻ്റെ ഇടത് കയ്യിൽ ഒലിവിൻ്റെ ചില്ല, വലത് കയ്യിൽ യന്ത്രത്തോക്ക്. ഭീഷണിയാ. ഇത് വീഴാതെ നോക്കിക്കോണേ. UN വന്നിട്ട് അയാളുടെ ഒരു പ്രസംഗം, ഇയാളുടെ കയ്യിൽ നിന്ന് ഇയാൾ ഇത്രയേ ഉള്ളൂ. മൊത്തം UN വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഇത്രയേ ഉള്ളൂ. ഇയാളെയും വിളിച്ച് നീ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു കൺസിഡറേഷനിൽ അതുപോലും അർഹിക്കാത്ത ഒരാളാണ് യാസർ അറാഫത്ത്. കാരണം എത്ര ആയിരം ആൾക്കാരാണ് മരിച്ചെന്നറിയോ? എത്ര ആയിരം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്? യാസർ അറാഫത്തിനെ അവസാനം മരുന്ന് വെച്ച് കൊല്ലായിരുന്നു. ഈ പലസ്തീനിൽ ഒരു പരിപാടിയുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു നേതാവ് വരും,
ഈ നേതാവിനെ നേതാവാക്കുന്ന ആരാന്ന് വെച്ചാൽ അമേരിക്കയും മറ്റേ ഇസ്രയേലുമാണ്. നമ്മളെല്ലാം സോൾവ് ചെയ്യാൻ കേട്ടാ, നമ്മളെല്ലാം റെഡിയാക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു. എന്നെ നിങ്ങൾ പിടിക്കുന്നു, അകത്താക്കുന്നു, ഞാൻ ഇങ്ങനെ വലിയ പ്രശസ്തിയാവുന്നു. അത് കഴിയുമ്പോൾ ഞാൻ അവരുടെ നേതാവായിട്ട് വരുന്നു, ഞാൻ പ്രൈം മിനിസ്റ്റർ ആവുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രസിഡൻ്റ് ആവുന്നു, ആനയാവുന്നു, വണ്ടിയാവുന്നു. ഇവനെ വിശ്വസിക്കാവൂടെ? അപ്പുറത്ത് അമേരിക്കയും ഇസ്രയേലും പിന്നെ വിശ്വസിക്കാവോ? ഇതിൻ്റെ ഇടയിൽ ഇറാൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അയ്യോ ഇവൻ ശരിയല്ല കേട്ടാ, ഇവനെ എങ്ങാനും കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ച് തീർക്കുവേ. അപ്പോഴത്തേക്കും മറ്റേ ദയേഷ്, മറ്റേത് മറിച്ചത് ISIS ഇവരൊക്കെ അപ്പുറത്തെ ഒരു സൈഡിൽ. ഇവൻ മറ്റേ മൂക്കുരിപ്പിച്ച് നടന്ന ആ തെണ്ടിച്ചക്കനില്ലേടാ ഇവനാണോ ഇതാകാൻ പോകുന്നത്? അപ്പോൾ അവന്മാരെന്ത് ചെയ്യും? ഇത് പൊട്ടിക്കും. അപ്പോൾ അവന്മാർ ഇത് സഹിക്കാൻ വയ്യാതെ അവന്മാർ ഒരെണ്ണം പൊട്ടിക്കും. അവിടെ പൊട്ടിച്ചിട്ട് പറയും, നീ എങ്ങാനും ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ കഴിഞ്ഞ കഥ. അങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് അവസാനം ഇവനെ അപ്പോയിൻ്റ് ചെയ്തത് ഇവർ തന്നെ, അമേരിക്കയും നമ്മുടെ ഇസ്രയേലും. ഇതിൻ്റെ കൂടെ സഹായിക്കാനുണ്ട് സിറിയ, മറ്റേ ലെബനാൻ, ഇവരൊക്കെ. അപ്പോൾ അയാളെയാണോ ഏറ്റവും വലിയ ഒരു ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുവന്ന് പറയുന്നത്? അല്ല, എനിക്ക് പിടിക്കാതെ പോയ ഡയലോഗ് നിങ്ങൾ നമ്മുടെ നാട്ടിലെ മുതിർന്ന നേതാക്കൾ പോലും കേട്ട് കാണത്തില്ലെന്ന്. എടാ, അല്പന് അർത്ഥം കിട്ടിയാന്നൊരു ചൊല്ലുണ്ട്, ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ അത് വായിൽ വന്നു പോയി. എന്ത് വർത്താനാടാ ഈ പറയുന്നത്? മക്കളെ എൻ്റെ കുഞ്ഞു മക്കളെ, ഇവന് 20 വയസ്സേ ഉള്ളൂ. മക്കളെ, ഇവിടെ മറ്റേ ഷോ കാണാൻ വന്ന മൊത്തം 4 വയസ്സ് പ്രായമുള്ള ആൾക്കാരാ, അല്ല 10 വയസ്സ് പ്രായമുള്ള ആൾക്കാരാ. മക്കളെ ഓ കഥകള് വാപ്പാന്റെ മാറില്, ഉമ്മാന്റെ ചൂരില്, മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലോ എന്നെ ഞാൻ പോരില്. ഇതിനകത്ത് ഞാനൊരു വരി എഴുതണ്ടേ? അതിങ്ങനെയാണ്: എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണുപോയല്ലോ, എന്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിൻ പുകയും തീർന്നല്ലോ. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കാൻ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് യാസർ അറാഫത്ത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ യാസർ അറാഫത്തിനെ? ഭയങ്കരം തന്നെ. കുറെ എണ്ണം കൈയടിക്കാൻ. ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു: എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും, എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ്നിക്കോവ് യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എന്ത് വക അവരാതാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത്? ഇല്ല, എനിക്ക് അറിയാൻ മേല ചോദിക്കാം. ഇടത് കയ്യിൽ നിന്ന് ഒലിവിൻ്റെ ചില്ല വീണ് പോയ ഇയാൾ എന്തേ ഇവിടെ? അയ്യോ ദൈവമേ, ഇതുപോലത്തെ വേട്ടാവേളിയന്മാരാണല്ലോ നമ്മുടെ നാട്ടിൽ റാപ്പിനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നത്. അയ്യോ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം ഭയങ്കര ഒരു ക്രിക്കറ്റ് ടീമായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം അവസാനം വയ്യാണ്ടായി. അപ്പോൾ പൊതുവേ ഒരു റൂമറുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ വെസ്റ്റ് ഇൻഡീസിൽ മെയിനായിട്ട് ഈ നല്ല അത്ലീറ്റ്സൊക്കെ NBA കളിക്കാൻ പോവാണ്. അവിടെ കാശ് കൂടുതലാണ്. ക്രിക്കറ്റിൽ വലിയ കാശില്ലാത്തതുകൊണ്ട് അവരൊന്നും ഇപ്പോൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കാറില്ല. അപ്പോൾ ഉള്ള മറ്റേ അണ്ണന്മാരെ വെച്ചാണ് നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളി നടത്തുന്നത്. അതുകൊണ്ടാണ് ടീം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ല ആൾക്കാരൊക്കെ, കഴിവുള്ളവന്മാരൊക്കെ ഈ റാപ്പിലോട്ടൊന്നും വരുന്നില്ല. അതാണ് സംഭവം. അതിൽ വരുന്നത് കുറേ മറ്റേ എന്താ വിശ്വ, പിന്നെ കായ് ഇത്രേ ഉള്ളൂ. ഏത് പാട്ടെടുത്താലും ഒറ്റ എക്സ്പ്രഷനായി, ഏത് ഇതെടുത്താലും ഒറ്റ ഒരു ഇതേ ഉള്ളൂ. അവിടെ നോർത്തിൽ പഞ്ചാബികളും കുറേ റാപ്പർമാരുണ്ടെന്ന്. എന്താണ് തെറിയുണ്ട അഭിഷേകമാണ്, അത് വേറെ കാര്യം. പക്ഷെ അവന്മാരത് സമ്മതിക്കുന്നുണ്ടല്ലോ. അവന്മാരങ്ങനെയാണ്. ആ ഒരു സംഭവം ഇവിടെ വരണമെങ്കിൽ ഇനി ഒരു 50 കൊല്ലം കൂടെ പിടിക്കും. അതാണ് അവന്മാർ കളിയാക്കുന്നത്. മറ്റേ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മണ്ടൻ പറഞ്ഞിട്ട് എന്നിട്ട് ഏറിക്കയറി തൂറി ഒരു സംഭവം ഉണ്ടായല്ലോ, ഏറിക്കയറി തൂറുക എന്ന് പറയുമ്പോൾ. എന്താണ് ഇത്? അടുത്തത് കേൾക്കാം. കാമുകിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ആശാൻ. അത് ഭയങ്കര കേട്ടോ. അത് മറ്റേ നീരജ് മാധവൻ്റെ കോപ്പിയാണ്. നീരജ് മാധവിൻ്റെ പാട്ട് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. അത് പ്രായമുള്ള ആൾക്കാരൊക്കെ അവരെ ഒന്ന് ഊക്കി വിട്ടു. കാരണം മറ്റേ
മറ്റേ പുള്ളി പറഞ്ഞല്ലോ, MG ശ്രീകുമാർ പറഞ്ഞു എനിക്കറിയില്ല വേടെന്ന് പറയുന്ന ആളിനെ, അതുകൊണ്ട് കുറച്ച് ഊക്കി വിട്ടു. അത് ഓക്കെ, അതൊക്കെ പോട്ടെന്ന് വെക്കാം. പക്ഷെ യാസർ അറാഫത്ത്, പിന്നെ നമ്മുടെ നാട്ടിലെ മുതിർന്ന നേതാക്കന്മാർക്ക് യാസർ അറാഫത്ത് പറഞ്ഞത് അറിയില്ലെന്ന്. ഒലിവിൻ്റെ ചില്ല. ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ പാട്ടുകളൊന്ന് കേട്ടു നോക്കുക. പല ഷെഡ് പതിക്കുന്ന ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എന്റെ ഇടത് കൈയിൽ നിന്നും ഒലിവിൻ്റെ ചില്ല വീണ് പോയി കഴിഞ്ഞാൽ ഇയാളങ്ങ് വലത്തിക്കളയും. ഇടത് കയ്യിൽ നിന്ന് ഒലിവിൻ്റെ ചില്ല വീഴും. അപ്പോഴേക്കും പടപട കഴിഞ്ഞു. ടാറ്റ, ബൈ ബൈ, ഗോ ഹോം, ഫിനിഷ്, ബൈ ബൈ മറ്റേ പറയുമല്ലോ. അതാണ് സംഭവിക്കുക. ഇടത് കയ്യിൽ നിന്ന് ഒലിവിൻ്റെ ചില്ല വീണ് കഴിയുമ്പോഴേക്കും കഴിഞ്ഞു, പടപട. കാരണം അപ്പുറത്ത് 100 തോക്കാണ് ചൂണ്ടി കയ്യിലുള്ളത്. ഒരു മറ്റേ കാഷ്നക്കോവയോ റഷ്യൻ തോക്കാണെന്ന്, റഷ്യക്കാരാണ് പലസ്തീനെ കുറെ സപ്പോർട്ട് ചെയ്തത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പറയുന്നത് എന്റെ കണ്ടോ, അതായത് പറയാമോ? ഇതാണ് കോപ്പി. ഇങ്ങനെയും കോപ്പി അടിക്കൂടെ? ആരീരോ ആരുമില്ലല്ലോ നീരജ് മാധവൻ്റെ പാട്ട്, അതിൻ്റെ വരികൾ, അതിൻ്റെ സ്റ്റാർട്ടിങ് പോലും ആ പാട്ട് കണ്ടിട്ട് അതിൽ നിന്നൊരു ഇൻസ്പിറേഷനാണ്. മറ്റേ യഷ്യയുടെ കാര്യം പറയുന്നുണ്ട്. കള്ളിക്കാട്ടിലെ മുള്ളു ചെടി, കള്ളിക്കാട്ട് നീലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കള്ളിക്കാട്ടിലെ മറ്റേ യക്ഷി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കള്ളിക്കാട്ടിൽ മുള്ളുചെടി പോലും ഒരുത്തി. ആരാടാ ഇവൻ? എന്താണ് ഈ കാണിക്കുന്നത്? അത് മറ്റേ നീരജിൻ്റെ ആ പാട്ട്, അയാൾ ആ പാട്ട് എടുത്തു. പുള്ളി നല്ല റാപ്പ് കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ പുള്ളി അഭിനയത്തിൽ കൂടുതൽ കാശാണ്. അപ്പോൾ അവിടെ പോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം വയ്യാണ്ട് ആയതെന്ന് പറഞ്ഞാൽ ഒക്കെ മറ്റേ കഴിവുള്ളവരൊക്കെ NBA പോവുക. ബാക്കി ജോ ബച്ചാക്കുച്ച എന്ന് പറയുന്ന ഹിന്ദിയിൽ പറയും. ബാക്കിയുള്ള മറ്റേ കച്ചറ സംഭവങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നതെന്നുള്ള രീതിയിൽ, ആ രീതിയിലേക്ക് ആവരുത് മലയാളത്തിലെ റാപ്പ് ഇൻഡസ്ട്രി. അത്രേ എനിക്ക് പറയാനുള്ളൂ.